തിരുവനന്തപുരം അരുവിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പൂവച്ചൽ ഗവൺമെന്റ് UP സ്കൂളിനും പുതിയ കെട്ടിടങ്ങൾ വരുന്നു. കിഫ്ബി, കില ഫണ്ടുകളുടെ സഹായത്തോടെയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം G. സ്റ്റീഫൻ MLA നിർവഹിച്ചു. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, അറബി പദ്യം ചൊല്ലൽ എന്നീ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. ഒന്നാം സ്ഥാനം നേടിയതോടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്കൂൾ അർഹത നേടി. തിരുവനന്തപുരം അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിലെ ആദിവാസികൾ ശബരിമലയിലേക്ക്. 143 ആദിവാസികളാണ് ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത്. ഇവരുടെ കെട്ടുനിറയ്ക്കൽ ചടങ്ങ് കോട്ടൂർ മുണ്ടണി മാടൻ ക്ഷേത്രത്തിൽ നടന്നു. പാലക്കാട് പഴയന്നൂർ പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. കൂലി ലഭിക്കാത്തതിൽ 30ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നിർവഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം നടത്തി. മലപ്പുറം പൂക്കോട്ടുംപാടത്ത് റബ്ബർ പുരയ്ക്ക് തീപിടിച്ച് വൻ നാശനഷ്ടം. 3000ഓളം റബ്ബർ ഷീറ്റുകൾ കത്തിനശിച്ചു. ഉള്ളാട് സ്വദേശി മധുരാജിന്റെ ഷീറ്റ് പുരയ്ക്കാണ് തീപിടിച്ചത്. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. മലപ്പുറത്ത് സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിക്ക് വണ്ടൂർ പൂക്കുളം GLP സ്കൂളിൽ തുടക്കമായി. പദ്ധതി MLA AP അനിൽകുമാർ വിദ്യാലയത്തിന് സമർപ്പിച്ചു. അന്താരാഷ്ട്ര നിലവാരവും പ്രാദേശിക പ്രസക്തവുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൃശൂർ നെട്ടിശ്ശേരിയിൽ UDFന്റെ നേതൃത്വത്തിൽ അംബേദ്കർ മഹാപരിനിർവാൺ ദിനം ആചരിച്ചു. പരിപാടി CMP സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ വാഹന പരിശോധനയ്ക്കിടെ 83 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ അറസ്റ്റിൽ. കൂട്ടത്തിലുണ്ടായിരുന്ന 2 മലയാളികൾ ഓടി രക്ഷപ്പെട്ടു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ കാർഷിക സർവകലാശാലയിൽ കാലാവസ്ഥാ കോൺക്ലേവ് നടന്നു. കാർഷിക സർവകലാശാലയും കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജും നബാർഡും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ മഴക്കെടുതി മൂലം നശിച്ച കൃഷിഭൂമി സന്ദർശിച്ച് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ. ഏക്കറിന് 20,000 മുതൽ ചെലവ് വന്ന കർഷകർക്ക് വീണ്ടും കൃഷി ഇറക്കാൻ അടിയന്തര സഹായം നൽകണമെന്ന് കർഷകർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ മങ്കൊമ്പ് മുത്തുറ്റുവാക്കൽ ക്ഷേത്രത്തിൽ ജനുവരി 14 മുതൽ 20 വരെ മഹാഗണപതി സത്രം നടത്തും. ഗണപതി ഉപാസകരായ താന്ത്രിക പ്രമുഖരുടെ കാർമ്മികത്വത്തിൽ 108 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗണേശ പുരാണ പാരായണവും ഉണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ പുതുമന ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആലപ്പുഴ പുറക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആന്റി മൈക്രോബിയൻ പ്രതിരോധ നിയന്ത്രണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 3Dയിൽ ഒരുങ്ങുന്ന ബൈബിൾ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ജീസസ് ആൻഡ് മദർ മേരിയുടെ ടൈറ്റിൽ പോസ്റ്റർ വത്തിക്കാനിൽ പോപ്പ് ഫ്രാൻസിസ് പ്രകാശനം ചെയ്തു. റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസാണ് ചിത്രം നിർവഹിക്കുന്നത്.